എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിലുള്ള ഒരു പേപ്പർ ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 8 സെൻറ്റിമീറ്ററുള്ള പേപ്പർ എടുക്കുക. ഇതേപോലെ ഡയഗണലായിട്ട് 2 പ്രാവശ്യം മടക്കുക. ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തത്. അതിനുശേഷം ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് 8 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ പോലെ കിട്ടും. ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി ആ 8 പെറ്റൽ ഫ്ലവറിൻ്റെ ഓരോ പെറ്റലും നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ആ സെൻറ്റർ പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ഞാൻ 2 പെറ്റൽ കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഓരോ പെറ്റൽസും നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു പെറ്റലിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 5 പെറ്റലുള്ള ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ആ 2 നമ്മൾ മാറ്റി വെച്ചില്ലേ, ആ 2 പെറ്റലും കൂടെ നമ്മൾ ഇതേപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് അതും സ്റ്റിക്ക് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ. ഇനി നമ്മൾ വീണ്ടും അതുപോലെ ആദ്യം നമ്മൾ ചെയ്ത പോലെ 8 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുക്കുക. അതിൽ ഒരു പെറ്റൽ മാറ്റി വെക്കുക. ഇനി അടുത്തതിൻ്റെ നമ്മൾ 2 പെറ്റൽ മാറ്റി വെച്ചു. ഇനി വീണ്ടും ഒരെണ്ണം കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെയും നമ്മൾ 2 പെറ്റൽസ് മാറ്റി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്യുക. എല്ലാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മളത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഗ്രീൻ കളർ പേപ്പറിലും കൂടി ചെയ്യുക. ഗ്രീൻ കളർ പേപ്പറിൻ്റെ ഞാൻ 2 എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് 8 പെറ്റൽസിൻ്റെ ആണ് നമ്മൾ ചെയ്തത്. അതിലെ ആദ്യത്തിൻ്റെ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മറ്റേ റെഡ് ചെയ്തതുപോലെ തന്നെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഹാഫായിട്ടും ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് ഇതേപോലെ നമ്മളൊന്ന് റോൾ ചെയ്ത് അത് സ്റ്റെമ്മാക്കി എടുക്കുക. വെറുതെ കൈകൊണ്ട് റോൾ ചെയ്താൽ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ അത് നന്നായിട്ട് കിട്ടും. എന്നിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെറ്റൽസ് എല്ലാം കൂടി ഈ സ്റ്റെമ്മിലേക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യം നമ്മൾ 2 പെറ്റൽ വെച്ചിട്ട് ഉണ്ടാക്കിയതൊക്കെയാണ് നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ അത് ഓപ്പോസിറ്റ് ടു ഈച്ച് അതറായിട്ടാണ് നമ്മൾ അത് സ്റ്റിക്ക് ചെയ്തത്. ഇനി നമ്മൾ റെഡ് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യും. ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഹോൾ ഇട്ടായിരുന്നു. അത് കുറച്ചും കൂടി അതൊന്ന് വലുതാക്കിയിട്ട് അത് സ്റ്റെമ്മിൽ കൂടി എടുക്കുക. ഇതേപോലെ. എന്നിട്ട് അത് മുകളിൽ കൊണ്ടുവന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്യുക. ഇതേപോലെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുക. അത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ കളറും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ മനോഹരമായ പേപ്പർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.